മുകുന്ദനിൽ നിന്നും തന്നെ കാത്തു സൂക്ഷിച്ചത് ഒരുപക്ഷെ ഈ ഏലസ് തന്നെയാവണം. തന്നിൽ നിന്നും കട്ടെടുത്ത ആ ഏലസ് തൻ്റെ ഉണ്ണിയേട്ടൻ മാലയിൽ കോർത്ത് സ്വന്തം മാറോടണച്ച് കാത്തു സൂക്ഷിക്കുന്നു. ആ മാലയിൽ കോർത്തെടുത്ത തൻ്റെ ഏലസ് കാണാനെന്ന വണ്ണം അവൻ്റെ നെഞ്ചിലേക്ക് കൈകടത്തി അവൾ. ഷർട്ടിനുള്ളിലൂടെ ഉള്ളിലേക്ക് കൈകടത്താൻ കഴിയാത്ത വണ്ണം അവൻ്റെ ദേഹത്ത് മുറുകി കിടന്ന ഷർട്ടിനെയും അവനെയും അവൾ മാറി മാറി നോക്കി. ഇടത് കൈ കുത്തി അല്പമൊന്ന് ഉയർന്ന് അവളോട് ചേർന്ന് വന്നുകൊണ്ട് തന്നെ വലത് കൈയാൽ അവൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വശ്യമായി തന്നെ അവളുടെ കണ്ണുകളെ കോർത്തു വലിച്ചു. 2-3 ബട്ടണുകൾ അഴിച്ചു മാറ്റി ഷർട്ട് ഇരുവശത്തേക്കും വിടർത്തി വെച്ച ശേഷം ജാൻ അവളുടെ കൈ പിടിച്ച് പതിയെ ഉള്ളിലേക്ക് കടത്തി. എന്തു വേണമെങ്കിലും ചെയ്തോന്നില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് അഭിമുഖമായി കിടന്നു. ചെരിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ അവൻ്റെ മാലയും ഏലസും അവൻ്റെ ഇടത്തെ നെഞ്ചിലായി തട്ടിക്കിടന്നു. അത് ശ്രദ്ധിക്കാതെ അവൾ ആ ഏലസിനെ കൈവിരലാൽ മെല്ലെ താലോലിച്ചു. മുഖം അവൻ്റെ മാറിലേക്ക് അണച്ച് ചുണ്ടുകൾ കൊണ്ട് ചുംബനങ്ങൾ സമ്മാനിച്ചു. അവൻ്റെ ഇടത്തെ നെഞ്ചിന് തൊട്ടും തലോടിയും ചുംബിച്ചും അവനിലെ പുരുഷനെ വശം കെടുത്തുന്ന നീലാംബരി അറിയുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിയേട്ടാ, കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുന്നവനെ കണ്ടിട്ടാവണം സംശയത്തോടെ അവളൊന്ന് വിളിച്ചത്. അങ്ങനെ വിളിക്കലേ നീല. ഐ കാൻ കൺട്രോൾ മൈസെൽഫ്. എന്തിനാ അത്? ഞാൻ ഉണ്ണിയേട്ടൻ്റെ അല്ലേ?